ചില രാത്രികൾ അവിടെ മോർച്ചറിയുമായി ബന്ധപ്പെട്ട വർക്കിൻ്റെ ഭാഗമായിട്ടൊക്കെ രാത്രി അവിടെ ഒറ്റയ്ക്കൊക്കെ കിടന്നിട്ടുള്ളതാണ്. ഞാൻ ഒരു പേരിന് പോലും അങ്ങനെ ഒരു ഇതിനെ കണ്ടിട്ടില്ല. പല മാനസികാവസ്ഥയിൽ വരുന്ന ആളുകളെ കണ്ട് പലതരം മൃതശരീരങ്ങൾ ചിന്നിച്ചിതറിയതാവാം, ജീർണാവസ്ഥയിൽ ഉള്ളതാകാം, പൊടി കുഞ്ഞുങ്ങളുടെ മൃതശരീരങ്ങളാവാം, കുഞ്ഞു ബാല്യങ്ങളാവാം. അവരുടെയൊക്കെ ബോഡികൾ കണ്ട്, ഒറ്റ മകനെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരുടെ വേദന കണ്ട്, അപ്പം അങ്ങനത്തേക്കൊരു ജീവിതം കണ്ടു മടുത്തു നമ്മൾ എന്ന് പറയുന്ന വ്യക്തി വെറും സെക്യൂരിറ്റിയാണ്. അതായത് ചവിട്ടി അങ്ങ് അടച്ചാക്ഷേപിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ച ദിവസങ്ങളുണ്ട്. ആ മഠത്തിന് പോലും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ കളിയാക്കിയെന്ന അവസ്ഥ ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും അവരുടെ ഒരു കളിയാക്കലുകൾ? അറിയില്ല, ചെന്ന് കയറുമ്പോൾ മോർച്ചറി എന്ന് പറയുന്നതിന് ദേഹം നാറുന്നു എന്നുള്ള രീതിയിൽ. ഈ പണ്ടത്തെ കാലങ്ങളിൽ എല്ലാവരും പറഞ്ഞ മോർച്ചറിയിൽ അകത്ത് ബോഡി കീറുന്ന ആൾക്കാർ ഒരു മദ്യപിച്ചാണ് നിൽക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഈ മോർച്ചറിയിൽ സുരക്ഷാ ജീവനക്കാരായതിനു ശേഷം അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ അവിടെ ഉണ്ടായിട്ടില്ല. ചേതനേറ്റ ശരീരങ്ങൾ മോർച്ചറിയിൽ കിടക്കുമ്പോൾ അതിന് കാവൽ നിൽക്കുക, ചുറ്റുമുള്ള ആളുകളുടെ അലമുറയിട്ട കരച്ചിലുകൾക്കിടയിൽ, ചില ദുഃഖമാർന്ന നിശബ്ദതകൾക്കിടയിൽ ഒരാൾ കാവൽക്കാരനായി നിൽക്കുക. മോർച്ചറി സെക്യൂരിറ്റിയായ കണ്ണൻ്റെ അനുഭവങ്ങളിലൂടെയാണ് ഈ യാത്ര. മൂവി വേൾഡ് മീഡിയ ഓൺലൈൻ്റെ ഒരു അഭിമുഖത്തിലേക്ക് സ്വാഗതം. അത്ര എളുപ്പമല്ലല്ലോ ഇങ്ങനെ ഒരു പ്രൊഫഷൻ ടേക്കപ്പ് ചെയ്ത് പോവാന്ന് പറയുന്നത്. ഒന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ. പുറമേ നിന്ന് കാണുന്ന ഒരു ആൾക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നാം. വെളിയിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നു എന്നുള്ളൊരു ധാരണ മാത്രമേ ഉള്ളൂ. പക്ഷേ അകത്ത് ആ ഒരു വ്യക്തി ഇരിക്കുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി എന്ന നിലയിൽ പലരുടെയും മാനസികാവസ്ഥ നേരിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ പല മാനസികാവസ്ഥയിൽ വരുന്ന ആളുകളായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് മോർച്ചറിൽ വരിക. അപ്പോൾ അവർ ആ ഒരു മൃതശരീരത്തിന് നിശ്ചിത സമയത്തേക്ക് വരുന്ന വ്യക്തികളാണ്. മോർച്ചറി സെക്യൂരിറ്റി എന്ന് പറയുന്ന ആള്, ഒരു മോർച്ചറി സുരക്ഷാ ജീവനക്കാരൻ രാവിലെ മുതൽ ആ മോർച്ചറി അടയ്ക്കുന്നത് വരെ അനേകായിരം വ്യക്തികളുടെ മാനസികാവസ്ഥ കണ്ട് അവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി പുറമേ നിന്ന് കാണുന്നവർക്ക് ചിലപ്പോൾ അയ്യോ അയാൾ ഭയങ്കര ദേഷ്യക്കാരനാണ്, അല്ലെങ്കിൽ അയാൾ സഭ്യമായി പെരുമാറുന്നില്ല എന്നൊക്കെ പറയാം. പക്ഷേ നമ്മുടെ ആ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ, നമ്മൾ ആ ജോലിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് അവിടെ വ്യക്തി എന്ന് പറയുന്ന ആളില്ല. വരുന്ന എല്ലാ മൃതശരീരങ്ങൾക്കും ഒരേ പരിഗണന കൊടുക്കുന്ന ഒരു സ്ഥലമാണ് മോർച്ചറി. അപ്പോൾ അവിടെ നമുക്ക് വ്യക്തികൾക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ പലരും പറയാറുണ്ട് മോർച്ചറി നിൽക്കുന്ന ആൾ ഭയങ്കര ദേഷ്യക്കാരനാണ്, അല്ലെങ്കിൽ അയാൾക്ക് അഹങ്കാരം കൂടുതലാണെന്നൊക്കെ പറയാം. പക്ഷെ പുറമേ നിന്ന് പറയുന്ന പോലെ അല്ല അകത്തെ സിറ്റുവേഷൻ. കാരണം സുരക്ഷാ ജീവനക്കാരെന്ന നിലയിൽ ആ ഒരു മൃതശരീരം മോർച്ചറിയിൽ നിന്ന് ഇറങ്ങി പോലീസ് നടപടികൾ കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിന് കയറ്റി തിരിച്ചിറങ്ങുന്നത് വരെ ആ മൃതശരീരത്തിൻ്റെ ചുമതലക്കാരൻ സുരക്ഷാ ജീവനക്കാരനാണ്. അവിടെ നിന്ന് ഇറങ്ങി ബന്ധുക്കൾക്ക് കൊടുക്കുന്നവരെ. അപ്പോൾ അതുവരെ ആ ബോഡിയുടെ ഓരോ നിമിഷത്തിലും അതിൻ്റെ ഉത്തരവാദിത്വം അവിടുത്തെ ജീവനക്കാർക്ക് മാത്രമായിരിക്കും. അതാണ് ഒരു സുരക്ഷാ ജീവനക്കാരൻ്റെ ഒരു എന്താ പറയണ്ടേ, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് മോർച്ചറിയിൽ. കാരണം നമുക്കവിടെ എല്ലാ മൃതശരീരങ്ങൾക്കും ഒരേ പരിഗണന. മറ്റൊരു വ്യക്തി കാണുമ്പോൾ എനിക്ക് അവിടെ ബന്ധമുണ്ട്, എനിക്ക് ഇവിടെ ബന്ധമുണ്ട്, ഞങ്ങൾ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. മോർച്ചറിയിൽ അവിടെ എല്ലാവർക്കും ഒരേ പരിഗണന. പോലീസ് വന്ന് മൃതശരീരം ഏറ്റുവാങ്ങുന്നതിന് ഒരു ടൈമുണ്ട്. ആ ടൈം കണക്കാക്കി മൃതശരീരം കൊടുക്കുന്നു, അവരുടെ ഇൻക്വസ്റ്റ് ടൈമും. അതിനുശേഷം പോലീസ് പേപ്പർ അകത്ത് കൊടുക്കുന്നതനുസരിച്ച് മാത്രമേ മോർച്ചറിയുടെ എല്ലാ കാര്യങ്ങളും ഒരു എന്താ പറയുക ഒരു പ്രക്രിയയാണ്. അതനുസരിച്ച് മാത്രമേ നടക്കാവൂ. കണ്ണൻ സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, എങ്ങനെയാണ് ഈ ജോലിയിലേക്ക് എത്തിയ ഒരു നാൾ വഴി കൂടി പറഞ്ഞാൽ. ഞാൻ എൻ്റെ പേര് കണ്ണൻ, മോർച്ചറിയുടെ സുരക്ഷാ ജീവനക്കാരനാണ്. കഴിഞ്ഞ 8.5 വർഷക്കാലമായിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് മോർച്ചറിയിൽ ജോലിക്ക് കയറിയത്. അപ്പം ആ സമയം മുതൽ ഇന്നേ വരെ നമ്മളെന്താ പറയണ്ടേ, പല മാനസികാവസ്ഥയിൽ വരുന്ന ആളുകളെ കണ്ട് പലതരം മൃതശരീരങ്ങൾ ചിന്നിച്ചിതറിയതാവാം, ജീർണാവസ്ഥയിൽ ഉള്ളതാകാം, പൊടി കുഞ്ഞുങ്ങളുടെ മൃതശരീരങ്ങളാവാം. അതായത് അതായത് എന്താണ് ജീവിതമെന്ന് അറിയുന്നതിന് മുമ്പ് ജീവൻ നഷ്ടപ്പെട്ട കുഞ്ഞു ബാല്യങ്ങളാണ്. അവരുടെയൊക്കെ ബോഡികൾ കണ്ട്, ഒറ്റ മകനെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരുടെ വേദന കണ്ട്,
ഒറ്റ മക്കൾ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരൊക്കെ അവിടെ വന്ന് കരയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തേക്ക് ഒരു ജീവിതം കണ്ടു മടുത്തു ഇങ്ങനെ 8 വർഷക്കാലമായിട്ട് ഇങ്ങനെ അവിടെ തുടർന്ന് പോകുന്നു. എന്തായിരുന്നു ആ പ്രത്യേക സാഹചര്യം? അല്ല, ആ സമയത്തെന്ന് പറഞ്ഞാൽ ഈ മോർച്ചറി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കോവിഡൊക്കെ വന്ന സമയത്ത് ഒരു ജോലി ചെയ്യാനുള്ള എല്ലാവർക്കും ഒരു വിമുഖത. ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് അന്നത്തെ സൂപ്രണ്ട് ശർമ്മ സാറാണ് ഈ ഒരു ജോലി ഏൽപ്പിക്കുന്നത്. ഇതാ സാറിങ്ങനെ വന്ന് ചോദിച്ചോളാം, ഞാൻ പ്രദേശവാസിയും കൂടിയാണ്. ഉം, മെഡിക്കൽ കോളേജ് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഉം, ആ പ്രദേശവാസി എന്ന നിലയിൽ നമ്മൾ അപ്പം നമുക്ക് അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അന്നത്തെ സൂപ്രണ്ട് ശർമ്മ സാറാണ് ആക്ച്വലി എന്നെ എടാ ഇങ്ങനെ അവിടെ ചെയ്യാൻ പറ്റും, അവിടെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യായിരുന്നു. ആ സമയത്താണ് മോർച്ചറിയിലേക്ക് ജോലി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് അവിടെ ജോലിക്ക് കയറുന്നത്, മോർച്ചറി കയറുന്നത്. ഉം. എന്തായിരുന്നു ഈ കൂടെയുള്ള ആളുകളുടെയും വീട്ടുകാരുടെയൊക്കെ പ്രതികരണം? കാരണം ഈ മോർച്ചറി എന്ന് പറയുമ്പോൾ അത് ഈ ശവശരീരങ്ങളുടെ കൂടെ, ഐ മീൻ ശവശരീരങ്ങൾക്ക് കാവൽ നിൽക്കുക, അതുണ്ടാക്കുന്ന ഭയപ്പാട്, ഈ ആത്മാക്കൾ, പ്രേതങ്ങൾ, അവരെ പറ്റിയിട്ടുള്ള കഥകൾ, അങ്ങനെ ഒരു വേറെ തന്നെ ഒരു പ്രപഞ്ചമാണല്ലോ മോർച്ചറിയെ തീർച്ചയായിട്ടും ചുറ്റിപ്പറ്റിയുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അവിടെയാണ് ഒരു കാവൽക്കാരനായിട്ട് നിൽക്കുന്നത്. ആ ഒരു അനുഭവതലം എങ്ങനെയായിരുന്നു? അതായത് ഇപ്പോൾ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് അവിടുത്തെ സുരക്ഷാ ജീവനക്കാരൻ എന്ന നിലയിൽ ഈ മുൻപ് അപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്കൊരു യൂട്യൂബർ വന്നിട്ട് മെഡിക്കൽ കോളേജ് മോർച്ചറിയുടെ മുൻവശത്ത് ഭയങ്കര സൗണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞൊരു യൂട്യൂബർ, വളരെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നൊരു യൂട്യൂബറാണ്. കാരണം കാര്യങ്ങൾക്ക് വ്യക്തതയില്ലാതെ, പക്ഷേ ഈ യൂട്യൂബർ ചെയ്തതെന്ന് പറഞ്ഞാൽ വേറൊരാൾ ചെയ്തതിൻ്റെ ഒരു വീഡിയോയും കൂടി വെച്ചാണ് ചെയ്തത്. പക്ഷേ പൊതുസമൂഹം ആദ്യം കേൾക്കുമ്പോൾ, ഉം. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ, ഇപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തെന്നാലും പൊതുസമൂഹം ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന ഒരു വാക്കായിരിക്കും പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്യുക, സ്വാഭാവികമായിട്ട്. തീർച്ചയായും. അപ്പം പുള്ളിയുടെ യൂട്യൂബിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പേടി സ്വപ്നമായിട്ടാണ് കാണിച്ചത്. രാത്രി 2 മണിക്ക് എന്തോ നിന്ന് യൂട്യൂബർ എടുത്തതാണ്. അപ്പോൾ പുള്ളിയുടെ എല്ലാ യൂട്യൂബും കാണുന്നതാണ്. അപ്പം നമ്മൾ പല ആൾക്കാരും ഇപ്പോഴത്തെ പുതു പുതു ജനറേഷൻ, അതായത് നമ്മൾ പുതിയ ആൾക്കാർക്ക്, പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ പെട്ടെന്ന് ആ വാർത്ത കാണുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. പുള്ളി ഇതിൻ്റെ അവസാനം പറയുന്നുണ്ട്, ഉം, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആദ്യമേ ഒരു തെറ്റിദ്ധാരണ പരത്തിയിട്ട് ഉം, അങ്ങനെ ചെയ്യുന്നുണ്ട് ഒരു കാര്യമില്ല. അപ്പം ഞാൻ ഈ 8 വർഷക്കാലത്തിനിടയ്ക്ക് ചില രാത്രികൾ അവിടെ നമ്മുടെ അവിടുത്തെ മോർച്ചറിയുമായി ബന്ധപ്പെട്ട വർക്കിൻ്റെ ഭാഗമായിട്ടൊക്കെ രാത്രി അവിടെ ഒറ്റയ്ക്കൊക്കെ കിടന്നിട്ടുള്ളതാണ്. ഞാൻ ഒരു പേരിന് പോലും അങ്ങനെ ഒരു ഇതിനെ കണ്ടിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പുള്ളി 2 മണിക്കൊന്ന് ആ ബോഡികളുടെ ആ ചേംബർ റൂമിന് തൊട്ടടുത്ത റൂമിൽ കിടന്നുറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഞാൻ അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവമോ അല്ലെങ്കിൽ ശബ്ദമോ അങ്ങനെ ഒരു നെഗറ്റീവ് ഫീൽ എനിക്ക് ഈ കാലം അത്രയും ഉണ്ടായിട്ടില്ല. പക്ഷെ അകത്തൊരു മൃതശരീരവും പുറത്ത് നമ്മൾ ഉറങ്ങുകയും ചെയ്യുക, ഈ ഈ ഒരു മാനസികാവസ്ഥ എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ? അത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ ധൈര്യമായിരിക്കാം. ഈ ധൈര്യം തുടക്കം തൊട്ടേ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ അത് പറഞ്ഞ പോലെ ഞാൻ ആ പ്രദേശവാസിയാണ്. അതായത് മെഡിക്കൽ കോളേജ് 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ജനിച്ചു വളർന്നത്. അതുപോലെ ഈ പഴയ മോർച്ചറിയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിലൊക്കെ, ഞാനൊരു പൊതുപ്രവർത്തനം കൂടിയായിരുന്നു. ആ സമയത്തെല്ലാം ഈ മോർച്ചറികളും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനൊരു പേടി ഇല്ല, പേടിയില്ലായിരുന്നു. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ജോലി കിട്ടിയപ്പോൾ ആദ്യം എന്താ പറയണ്ടേ, എല്ലാ മനുഷ്യർക്കും ഉള്ള പോലെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിലൊന്നും അങ്ങനെ ഒരു ബാധിച്ചിട്ടൊന്നുമില്ല. നേരത്തെ സംസാരിക്കുമ്പോൾ ആദ്യം സൂചിപ്പിച്ചൊരു കാര്യം, ഈ മോർച്ചറി സുരക്ഷാ ജീവനക്കാരുടെ സംസാര രീതി ശരിയായിരിക്കില്ല. ചിലപ്പോൾ അവർ കുറച്ച് റൂഡായിട്ടായിരിക്കും ആളുകളോട് പെരുമാറുക. ഞാൻ പെട്ടെന്ന് അനൂപ് മേനോൻ, സുകുമാരിയമ്മ ടെ മരണവുമായി ബന്ധപ്പെട്ട് അവർ മദ്രാസിൽ അവരെ അടക്കുന്ന സമയത്ത് പറഞ്ഞൊരു സംഭവം ഓർത്തെടുക്കുകയാണ്. അപ്പോൾ ആ മോർച്ചറിക്ക് വെളിയിൽ നിന്നിരിക്കുന്ന സുരക്ഷാ ജീവനക്കാരൻ ഒരു 18, 19 വയസ്സേ ഉള്ളൂ. അയാൾക്ക് അറിയില്ല ആരാണ് ഈ മരിച്ച വ്യക്തി എന്നുള്ളത്. സുകുമാരിയമ്മയാണ് നാഷണൽ അവാർഡ് വിന്നർ ആണെന്ന് അറിയില്ല. അപ്പോൾ അയാൾ കുടിച്ചിട്ടുണ്ട്. അയാള് കൂടെയുള്ള ആളുകളുടെ അടുത്തേക്ക് പറയാണ്, ഒരു സ്റ്റീലിന്റെ ഒരു സ്ട്രക്ചറിൽ കിടത്തിയിരിക്കുകയാണ് സുകുമാരിയമ്മയെ. "அந்த പൊണത്തെ എടുത്ത് அந்த സൈഡിൽ പൊടിയാന്നാണ്." അപ്പോൾ പെട്ടെന്ന് അനൂപ് മേനോൻ അത്രയും സോഫ്റ്റായ മനുഷ്യനാണ്. അയാൾക്ക് അടിക്കാൻ തോന്നി ഇയാളെ. പക്ഷെ പിന്നീട് ഒരു ഒരു നിമിഷം അയാൾ ആലോചിച്ചു,
അയാൾക്കിത് വെറും ഒരു ബോഡി മാത്രമാണ്. ആ ബോഡിയുടെ ആ ഒരു അതിനെ ഓവർകം ചെയ്യാനുള്ള ധൈര്യത്തിന് വേണ്ടിയിട്ട് കൂടിയായിരിക്കണം അയാൾ മദ്യപിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അറ്റ് ലാസ്റ്റ് ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ ഒരു മൊമെന്റിനെ പറ്റി അനൂപ് ഒരു അഭിമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ മോർച്ചറിക്ക് കാവൽ നിൽക്കുന്ന ആളുകൾ മദ്യപിക്കാറുണ്ട്. അല്ലെങ്കിൽ മോർച്ചറിക്ക് സുരക്ഷാ ജീവനക്കാരനായിട്ട് നിൽക്കുന്ന ആളുകളെ കുറച്ച് സഭ്യമല്ലാത്ത ഭാഷയിലാണ് പലപ്പോഴും ഡീൽ ചെയ്യാറ്. ഇതിന്റെയൊക്കെ കാരണം ഈ പേടി ഓവർകം ചെയ്യാനാണോ? അതിലൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ മദ്യപിച്ച് ജോലി ആ. ചെയ്യുന്നു എന്നുള്ളതാണ് ആ, ഒരു ആ, ആ. അതെ. ചോദ്യചിഹ്നമായിട്ട് പറഞ്ഞത്. യെസ്. അപ്പോൾ ഞാൻ ഈ പക്ഷെ പരക്കെ കേട്ടിട്ടില്ലേ ഇങ്ങനെ അല്ല പരക്കെ കേട്ടിട്ടുണ്ട്. കാരണം ആ. നമ്മുടെയൊക്കെ ഒരു എന്താ പറയുക ചെറുപ്പകാലത്ത് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ആ. പക്ഷെ അവിടെ ജോലി ചെയ്ത സാഹചര്യത്തിൽ ഞാൻ ഉൾപ്പെടെ ഇപ്പം നമ്മുടെ ഈ മോർച്ചറി എന്ന് പറയുന്നത് സുരക്ഷാ ജീവനക്കാർ മാത്രമാണ്. സുരക്ഷാ ജീവനക്കാരുണ്ട്, ഡോക്ടേഴ്സ്, അറ്റൻഡർമാർ, ടെക്നീഷ്യൻസ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഒരു ടീം ആൾക്കാണ് യഥാർത്ഥത്തിൽ ഈ മോർച്ചറിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിയുന്നവരെയുള്ള സംവിധാനം എന്ന് പറയുന്നത്. ഈ പണ്ടത്തെ കാലങ്ങളിൽ എല്ലാവരും പറഞ്ഞാൽ മോർച്ചറിയിൽ അകത്ത് ബോഡി കീറുന്ന ആൾക്കാർ ഒരു മദ്യപിച്ചാണ് നിൽക്കുന്നത്. അതെ, അതെ, അതെ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഈ മോർച്ചറിയിൽ സുരക്ഷാ ജീവനക്കാരായതിനു ശേഷം അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ അവിടെ ഉണ്ടായിട്ടില്ല. നമ്മുടെ അവിടെ എല്ലാ സ്റ്റാഫാണ്. അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞത് സഭ്യമല്ലാത്ത ഭാഷ എന്ന് പറയുന്നില്ല, അതിൻ്റെ സിറ്റുവേഷൻ നമ്മൾ ആദ്യം ഒന്ന് പറയേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഒരു മൃതശരീരമായിട്ട് വരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയിലായിരിക്കും വരുന്നത്. ഒരു വ്യക്തി ആ ഒരു ബോഡിയും കൊണ്ടുവരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ദിവസേന മിനിമം 15 മൃതശരീരങ്ങൾ വരെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു സ്ഥലമാണ് മെഡിക്കൽ കോളേജ് മോർച്ചറി എന്ന് പറയുന്നത്, തിരുവനന്തപുരം. ദിവസേന 15 മുതൽ 17, 18 വരെയൊക്കെ ആവും. ഏറ്റവും കൂടുതൽ 22, 23 വരെ ചെയ്ത ദിവസങ്ങളുണ്ടാകും. അപ്പം ഇത്രയും ഒരു ക്രൗഡിനെ ഇപ്പോൾ 15 മൃതശരീരങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ദിവസം ഉണ്ടെന്ന് വിചാരിച്ചോ, ആ സമയത്ത് വരുന്ന അത്രയും വലിയൊരു ക്രൗഡിനെ, പല കേസിൽ പല മാനസികാവസ്ഥയിലുള്ള ആളുകളാണ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു സുരക്ഷാ ജീവനക്കാരൻ്റെ മാനസികാവസ്ഥ ചിന്തിക്കുന്ന എത്ര പേരുണ്ടാവും? ഞാൻ പറഞ്ഞു മനസ്സിലായി. അതായത് 16ഉം 17ഉം മൃതശരീരങ്ങളുടെ കൂടെ വരുന്ന പല ഉള്ളവരെ മോർച്ചറിയിലെ സുരക്ഷാ ജീവനക്കാരൻ ഏത് രീതിയിലായിരിക്കും അപ്രോച്ച് ചെയ്യേണ്ടത്? ഞാൻ അതുകൊണ്ടാണ് അത് തീർത്തും പറഞ്ഞത്. അതായത് മോർച്ചറിയിൽ ഞങ്ങൾ അവിടെ ഇൻക്വസ്റ്റ് ഉണ്ട്. നമ്മൾ ഇത് നിശ്ചിതമായ ആൾക്കാരെ കണ്ടിട്ട് ഞങ്ങളൊരു റിസപ്ഷൻ ഏരിയ ഉണ്ട്, അതിന് വെളിയിലെ ആളുകളെ നിർത്താറുള്ളൂ. കാരണം ഞങ്ങളുടെ ഈ സുരക്ഷാ ജീവനക്കാരൻ്റെ മാനസികാവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല. കാരണം മൃതശരീരം ചേംബറിൽ നിന്ന് എടുക്കുന്നത് സുരക്ഷാ ജീവനക്കാരനാണ് ചെന്ന് എടുത്തു കൊടുക്കേണ്ടത്. ഓക്കെ, പുറത്ത് നിന്ന് ഇൻക്വസ്റ്റ് കഴിഞ്ഞ് ബോഡി വരാറുണ്ട്. അതും സുരക്ഷാ ജീവനക്കാരനാണ് ആദ്യം അത് വാങ്ങി എല്ലാം റിസീവ് ചെയ്യുന്നത്. പോസ്റ്റ്മോർട്ടം നടപടി കൂടാതെ, ഈ തിരക്കിനിടയിൽ പോലും പോസ്റ്റ്മോർട്ടം നടപടി കൂടാതെ ബോഡികൾ കൊണ്ടുപോകുന്ന ആളുകൾ വരാറുണ്ട്. അതും സുരക്ഷാ ജീവനക്കാരനാണ് കൈകാര്യം ചെയ്തത്. വാർഡുകളിൽ മരണപ്പെട്ട് മോർച്ചറിയിൽ സൂക്ഷിക്കേണ്ട മൃതശരീരങ്ങൾ വരുമ്പോഴും ഈ സുരക്ഷാ ജീവനക്കാരനാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ അവിടെ ആ ഒരു റിസപ്ഷൻ ഏരിയയിൽ ഇരിക്കുമ്പോൾ പുറമേ നിന്നുള്ള വരുന്നവർ അവരുടെ മാനസികാവസ്ഥ നമ്മൾ അംഗീകരിക്കുന്നു. അവരുടെ ഉറ്റവർ നഷ്ടപ്പെട്ടു വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥയെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഈ മോർച്ചറിയിലെ ജീവനക്കാരനും മനുഷ്യരാണ്. കാരണം ഇത്രത്തോളം കാര്യങ്ങൾ ആ സമയത്ത് ഹാൻഡിൽ ചെയ്യുന്ന നമ്മുടെ മാനസികാവസ്ഥ ആരും കണക്കിലെടുക്കാറില്ല, ആരും ശ്രദ്ധിക്കാറില്ല. അത് ഒരു സെക്യൂരിറ്റി അവിടെ എന്തോ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ആ മൃതശരീരം ആ റിസപ്ഷൻ ഏരിയയിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഉത്തരവാദിത്വം സുരക്ഷാ ജീവനക്കാരനാണ്. ഞാൻ ഈ അടുത്തൊരു ആംബുലൻസ് ഡ്രൈവറിനോട് സംസാരിക്കുകയായിരുന്നു. അതിനു മുമ്പ് ഞങ്ങളുടെ ഇതേ മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഒരു ശവശരീരങ്ങൾ എടുക്കുന്ന ഒരു അദ്ദേഹത്തെ കൂടി ഇന്റർവ്യൂ എടുത്തിരുന്നു. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള ജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഒരു പാർശ്വവൽക്കരണം, അല്ലെങ്കിൽ ഒരു അവഗണന, അല്ലെങ്കിൽ ഇവർ ആ ജോലി ചെയ്യുന്നവരാണ്, അതുകൊണ്ട് ഒരു മാറ്റി നിർത്തൽ അത് അനുഭവപ്പെട്ടതായിട്ട് അവർ പലപ്പോഴും എന്നോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. കണ്ണൻ അങ്ങനെ എന്തെങ്കിലും? അല്ല, തീർച്ചയായിട്ടും നമ്മൾ ഈ അവഗണന ഈ പലരുടെയും ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നുണ്ട്. അതായത് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ആളുകൾ 10ാം ക്ലാസ്സും ഗുസ്തിയും കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് പൊതുസമൂഹത്തിനുണ്ട്. അതായത് ഒരുപാട് പോലീസ്, ഇപ്പം ഞാൻ ഈ 8 വർഷം കാലം ജോലി ചെയ്തിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ പോലീസിലുണ്ട്. പോലീസ് സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. എല്ലാ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുമുണ്ട്. എല്ലാവരെയും നമുക്ക് അടച്ചാക്ഷേപിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. വരുന്ന മറ്റുദ്യോഗസ്ഥരുണ്ട്, മോർച്ചറിയിൽ വരുന്ന മറ്റ്
തലത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ഇടയ്ക്ക് ഒരാളുടെ ഒരു പെരുമാറ്റം, അതായത് നമ്മൾ എന്ന് പറയുന്ന വ്യക്തി വെറും സെക്യൂരിറ്റിയാണ്, അതായത് ചവിട്ടി അങ്ങ് അടച്ചാക്ഷേപിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ച ദിവസങ്ങളുണ്ട്. എന്തായിരുന്നു വിശേഷ സംഭവം? സംഭവം എന്ന് പറയുന്നത്, ഇപ്പം സ്വാഭാവികമായിട്ടും മോർച്ചറിയുടെ ആ ബോഡിയുടെ കസ്റ്റോഡിയൻ പോലീസാണ്. അപ്പോൾ പോലീസ് വന്ന് നമുക്ക് ഈ ബോഡി എടുക്കുന്നത് എപ്പോഴും സെക്യൂരിറ്റിക്ക് അത് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമേ ഉള്ളൂ. മൃതശരീരം ഐഡന്റിഫിക്കേഷൻ ചെയ്യേണ്ടത് ബന്ധുക്കളാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ. പക്ഷെ അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, എന്നെ അങ്ങോട്ട്, നീ ഇവിടെ സെക്യൂരിറ്റി അല്ലേ, തുറയടാ, മോഹൻ തുറയടാ, ആ രീതിയിൽ വളരെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, ഇപ്പം നമ്മളൊരാ വ്യക്തി നമ്മളടുത്ത് ഏത് രീതിയിൽ ഇടപഴകുന്നു ആ രീതിയിൽ നമുക്ക് തിരിച്ച് ഇടപഴകത്തുള്ളൂ. അപ്പോൾ പുള്ളി അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മാനസികമായിട്ട് തകരുന്നൊരു അവസ്ഥയിലോട്ട് പോകും. അപ്പം അതിന് നമ്മൾ ഓവർകം ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും. പക്ഷെ ആ ഇഷ്യൂ പിന്നെ അത് സോൾവ് ചെയ്തു. കാരണം അവിടുത്തെ ആ ജനപ്രതിനിധി അടക്കം, കാരണം അവരൊക്കെ നമുക്ക് സപ്പോർട്ടായിരുന്നു. കാരണം ബോഡി ഐഡന്റിഫൈ, കാരണം ഞാനൊരു സുരക്ഷാ ജീവനക്കാരൻ, അത് ആരെ ബോഡിയാണെന്നല്ല, ബന്ധുക്കളാണ് തുറന്നു നോക്കി ഐഡന്റിഫൈ ചെയ്യേണ്ടത്. പക്ഷെ ആ നിമിഷത്തിൽ അവർ നമ്മളെ, അതായത് നീ ഇവിടെ വെറും സെക്യൂരിറ്റി അല്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളങ്ങ് ഒരു മാനസികമായിട്ട് തകരുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അവരുടേതായ ഒരു താല്പര്യവും ഇതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു എക്സ് ഓർ വൈ ആരോ ആയിക്കോട്ടെ, അത് പബ്ലിക്കിന്റെ മുമ്പിൽ ഒരുപാട് പേര് കൂടി നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക്, അതായത് നമ്മളൊരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചെന്ന് ഗുസ്തി പിടിക്കുന്ന, മറ്റേ 10ാം ക്ലാസ് ഗുസ്തിയായിട്ട് അങ്ങനെ കളിയാക്കി പറയുന്നതല്ല, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങളുടെ സെക്യൂരിറ്റിയാണ്, നിന്റെ ജോലിയാണ് എന്നുള്ള രീതിയിൽ അടച്ചാക്ഷേപിച്ച ദിവസങ്ങളുണ്ട്. അത് വളരെയധികം മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അത് പോരാഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന, ഞങ്ങളെ ഈ മോർച്ചറിയിൽ പോലീസുകാർ ഒറ്റയ്ക്കായിരിക്കും ഈ അഴുകിയ മൃതശരീരങ്ങൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ട്രെയിൻ തട്ടി കൊണ്ടുവരുന്നത്. അപ്പോൾ ആരും ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ തന്നെയാണ്, ഞങ്ങളും ആ പോലീസ് ഉദ്യോഗസ്ഥരുമാണ്, ചിലപ്പോൾ ആംബുലൻസ് ഡ്രൈവറും കാണും. നമ്മൾ ആൾക്കാരൊക്കെ മാറി നിൽക്കും ഇതിൻ്റെ സ്മെല്ലും ഇതും കാണുമ്പോൾ. അപ്പോൾ നമ്മളാണ് എടുത്ത് ചേമ്പറിൽ വയ്ക്കാനും ഇപ്പം അൺനോൺ ബോഡി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ സഹായിക്കാനല്ല നിൽക്കുന്നത്. ഇപ്പം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വളരെ വിഷമമുണ്ടാക്കിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ഒരു ജോലി ചെയ്യണതിൽ നമുക്ക് കുഴപ്പമില്ല. ഒരാൾ ഇപ്പം നമ്മുടെ മനസ്സിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു മനസ്സിൻ്റെ ഇതുപോലെ നമുക്ക് പലരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒരു വൃദ്ധസദനത്തിലെ ഒരു അമ്മയെ നമ്മൾ ആശുപത്രി കിടന്നിട്ട് ഈ മോർച്ചറിയിൽ വെക്കാൻ കൊണ്ടുവരികയാണ്. അപ്പോൾ മകനുണ്ട്, അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യം, അവിടുത്തെ അറ്റൻഡർ കൊണ്ട് കൂടെ. ആ ബോഡി അവിടെ കൊണ്ട് വെച്ചപ്പോൾ അയാൾ സ്വന്തം മകനാണ്. ഞാൻ ബോഡി എടുത്ത് വെക്കാന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളി എടുത്ത വായിൽ വേണമെങ്കിൽ നിങ്ങൾ എടുത്ത് വെക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, സ്വന്തം മകനാണ്. മാനസികമായിട്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡെസ്പാവും. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി വായിച്ചു, കാരണം നമ്മളൊരു മൃതശരീരമാണ്, പ്രായമായ അമ്മയോ അച്ഛനോ ആകാം, അത് കുറേ നമ്മൾ മൈൻഡിൽ പെട്ടെന്ന് ഇതാവും. കാരണം സ്വന്തം അമ്മയുടെ മൃതശരീരം ഒന്ന് എടുത്ത് മാറ്റി വെക്കാൻ പോലും ഒരു മകൻ മടിക്കുന്നു. ഞാൻ ആ ബോഡി നമ്മൾ തന്നെ എടുത്തു വെച്ചു. പിറ്റേ ദിവസം പുള്ളി ഒന്ന് റിലീസ് ചെയ്ത് പോയി. പക്ഷേ അങ്ങനെയൊക്കെ ഒരുപാട് ദുരനുഭവങ്ങൾ. പിന്നെ ഇപ്പോൾ മോർച്ചറിയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഈ പല മൃതശരീരം മുമ്പ് ശരീരത്തിൽ ചിലപ്പോൾ ഒരു സ്മെല്ലുണ്ടാവും. ഇടപഴകുന്നതിൻ്റെ ഇടപഴകണം. നമ്മൾ ചിലപ്പോൾ ഡീകമ്പോസ്ഡ് വരുമ്പോൾ എടുത്തു കൊടുക്കുമ്പോൾ, അപ്പോൾ അതുമല്ല നമ്മളല്ലാതെ വെളിയിൽ നിന്ന് വന്നിരുന്നാലും കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ അവിടുത്തെ ജീവനക്കാരനായതുകൊണ്ട് നമ്മുടെ ശരീരത്തിലൊരു മണം വരും. ആ മണത്തിന് പോലും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ കളിയാക്കിയെന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. കാരണം ഞാനായിരുന്നാലും കളിയല്ല, ചെന്ന് കയറുമ്പോൾ മോർച്ചറി എന്ന് പറയുന്നതിന് ദേഹം നാറുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഞാനായിരുന്നാലും താങ്കളായിരുന്നാലും നാളെ രാവിലെ, ഇന്നിപ്പോൾ രാത്രി നമ്മൾ ചെന്ന് കിടന്ന് ഉറങ്ങി നാളെ രാവിലെ എണീക്കുമെന്ന് ഉറപ്പില്ലാത്തൊരു കാലഘട്ടമാണ്. തീർച്ചയായും എനിക്കും സംഭവിക്കാം, താങ്കൾക്കും സംഭവിക്കാം, മറ്റൊരാൾക്കും സംഭവിക്കാം. പക്ഷേ അതിനെ നമ്മളിങ്ങനെ ജോലി കയറി വരുമ്പോൾ
ഇങ്ങനെ പറയുമ്പോൾ നീ കയറി വരുമ്പോൾ നിന്നെ നാർന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഏത് രീതിയിൽ പറഞ്ഞിരുന്നാലും ഒരു മാനസിക വിഷമം അത് നമുക്ക് മാനസികമായിട്ട് ഹെർട്ട് ചെയ്യും. അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്താ പറയണ്ടേ, ഇവിടെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ചില കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങ് എന്താ പറയാ, നമ്മുടെ ഇതൊക്കെ ഒഴിവാക്കുകയാണ്. ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഒഴിവാക്കി പോകുന്നു. ഒരുപാട് തരത്തിലുള്ള മൃതശരീരങ്ങളുമായിട്ടും കൂടി ഇടപഴകേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ ഈ ജോലിയുടെ തീർച്ചയായിട്ടും. പരിസരവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ. അപ്പം അതിനകത്ത് ഇപ്പം ഞാൻ ആലുവയിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ അതിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ആ പെൺകുട്ടിയുടെ മൊത്തത്തിലുള്ള കവറേജ് ചെയ്തൊരു ഫോട്ടോഗ്രാഫർ പിന്നീട് എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു 3-4 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തൊടാൻ പേടിയാണ് പിന്നീട്. ആ കുട്ടിയുടെ ടച്ച് വരുമ്പോൾ ഓർമ്മ നേരെ പോകുന്നത് ഈ ഡെഡ് ബോഡിയിലേക്കാണ്. ആ രീതിയിലുള്ള ആക്രമിക്കപ്പെട്ട സ്ത്രീ ശരീരങ്ങൾ കാണുക, കുട്ടികളുടെ ശരീരങ്ങൾ കാണുക, ഇതുണ്ടാക്കുന്ന ട്രോമ എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. കാരണം ഒരുപാട് കുഞ്ഞുങ്ങളുടെ ബോഡി വരുമ്പോൾ മാനസികമായിട്ട്, കാരണം ഞാൻ എന്ന വ്യക്തി മാത്രമല്ല, എല്ലാവരും നമ്മുടെ ആ ഒരു മോർച്ചറിയുടെ അവിടുത്തെ എല്ലാ ടീമിനും കുഞ്ഞുങ്ങളുടെ ബോഡി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രയാസം ഉണ്ടാവുമല്ലോ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ജനിച്ചപ്പോൾ തന്നെ, അതായത് നമ്മുടെ ഈ ലോകം എന്തെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു 12 വയസ്സ് മുതലുള്ള കുട്ടികളിൽ 12 വയസ്സിനും 18 വയസ്സിനും ഇടയിലൊക്കെ ഇപ്പം ഒരുപാട് ആത്മഹത്യ ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു വർഷം തന്നെ എനിക്ക് ഇപ്പം എന്തുമാത്രം കുട്ടികൾ ഈ 12 വയസ്സിന് മുകളിലോട്ട് 18 വയസ്സിന് താഴെ സൂയിസൈഡ് ചെയ്ത് മോർച്ചറിൽ വന്നിട്ടുണ്ടെന്നറിയാം. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് പറയുന്നത് പലരുടെയും ഒറ്റ മക്കളൊക്കെയാണ് മരണപ്പെടുന്നത്. ആ അച്ഛനും അമ്മയും അവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അവരെ കാണുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളു പിടയും. കാരണം ഒരു 12 വയസ്സ് വരെ ഒരു മകനെയോ മകളെയോ ഒരു അച്ഛനും അമ്മയും എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ നമ്മളുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ആദ്യത്തെ ആ ഒരു ഫ്ലാഷ് ന്യൂസിൽ ഒതുങ്ങിപ്പോവുകയാണ് ആ വാർത്തകൾ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, അവിടുത്തെ മോർച്ചറിയുടെ ജീവിതത്തിൽ നിന്ന് പറയുന്നതാണ്. കാരണം ഈ 12 വയസ്സ് മുതലുള്ള കുട്ടികൾ മരണപ്പെടുമ്പോൾ ഇതേ കണക്ക് ഫ്ലാഷ് ന്യൂസ് എഴുതി കാണിക്കാം. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ പൊതുസമൂഹവും മുഖ്യധാരാ മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയോ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നോ അന്വേഷിക്കുന്നില്ല, ഒരു ചർച്ച നടത്തുന്നില്ല, അത് പൊതുസമൂഹത്തിനിടയിൽ ഒരു ചർച്ചയായി കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് എല്ലാവരും, താങ്കൾ ഉൾപ്പെടെയുള്ള സംവാദത്തിനുള്ള ഒരു വിഷയമാണത്. താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ഇത് ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഞാൻ പറഞ്ഞില്ലേ, കാരണം നമ്മളെ ഈ കുഞ്ഞു മക്കളെ കൊണ്ടുവരുമ്പോൾ ഇപ്പം എനിക്കുമുണ്ട് ഒരു മകള്. നിസ്സാര കാര്യങ്ങൾക്കൊക്കെയാണ് കുഞ്ഞുങ്ങളൊക്കെ ഓരോ സൂയിസൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഓർമ്മയിൽ വരുന്ന ആദ്യ സംഭവം ഏതാണ്? ആദ്യമായി അങ്ങനെ ഒരു സാഹചര്യം നേരിടേണ്ടി വന്നത് എപ്പോഴാണ്? അല്ല, ആദ്യമായിട്ട് നമ്മൾ ഒരുപാട് ഈ 12 വയസ്സായ കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ഒരു 4 വയസ്സായ കുഞ്ഞ് അബദ്ധത്തിൽ എലിവേഷൻ, അത് ഇവിടെ ഒന്നുമല്ല, ഒരു വടക്കൻ കേരളത്തിൽ നിന്ന് ട്രീറ്റ്മെന്റിനായി വന്ന് ലാസ്റ്റ് ഇവിടെ മരിച്ചാണ്. അതൊരു ചെറിയൊരു അശ്രദ്ധയാണ്. 3 വയസ്സായ കുഞ്ഞിന് പോയിസൺ എലിവേഷൻ നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഇല്ലേ, അതാണെന്ന് വിചാരിച്ച് മറ്റേ എലിവേഷത്തിന്റെ ഇത് എടുത്തു കഴിച്ചു. അങ്ങനെയൊക്കെ അവിടെ നിന്ന് ഇത്രയും ദൂരം വരെ വന്നു, ട്രിവാൻഡ്രം SIT വരെ വന്ന അങ്ങനത്തെ കേസുകൾ വരെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒട്ടുമിക്ക കേസുകൾ കാണുമ്പോഴും ആ അച്ഛൻ്റെ അമ്മയുടെ മാനസികാവസ്ഥയാണ് ഏറ്റവും കൂടുതൽ സങ്കടം എന്ന് പറയുന്നത്. ഞാൻ അതുകൊണ്ട് കാരണം ഞാൻ ഇപ്പം എന്താ പറയണ്ടേ, ഞാൻ ഈ ഒരുപാട് പേരെടുത്ത് നമ്മൾ പോലീസുകാർ സാറേ എന്ത് ചെയ്യും കാരണം അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ ചോദിക്കാറുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെട്ടു വരുന്ന ഇൻക്വസ്റ്റ് നടത്തുന്ന പോലീസുകാരുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കണം, പൊടി കുഞ്ഞുങ്ങളൊക്കെ. അപ്പം അവർ വരുമ്പം പറയും, കാരണം ഇത് എങ്ങനെ സഹിക്കും എന്നാണ് പറയുന്നത്. ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മാനസികാവസ്ഥ ഒരിക്കലും നമുക്കിനി എന്തുണ്ടെന്ന് പറഞ്ഞാലും അതിനെ എന്താ പറയണ്ടേ, അതുമായിട്ട് താരതമ്യം ചെയ്യാനേ പറ്റത്തില്ല. അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. ഈ നമ്മുടെ ഇപ്പോഴത്തെ യുവതലമുറയിൽ വളർന്നു വരുന്ന ആത്മഹത്യാ ശ്രമം,
അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കും. വിശദമായി പഠിക്കാൻ വേണ്ടി വരും കാലങ്ങളിൽ എങ്കിലും തയ്യാറാവുമെന്ന് വിശ്വസിക്കാം. ഈ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ട് മരണപ്പെടുന്ന സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? സ്ത്രീകൾ ആക്രമിച്ച അങ്ങനെ കേസുകൾ വരാറുണ്ട്. അങ്ങനത്തെ ശരീരങ്ങൾ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭയപ്പാട് അതെങ്ങനെയാണ്? അങ്ങനെ നമുക്ക് ഞാൻ അതാണ് ഇപ്പോൾ പറഞ്ഞത്. കാരണം അങ്ങനെ ആണെങ്കിൽ നമ്മൾ അതിനെക്കാട്ടിയും ഇതായിട്ടുള്ള ചിന്നിച്ചിതറിയ മൃതശരീരങ്ങളൊക്കെ അല്ലേ ട്രെയിൻ തട്ടുന്നത്, അങ്ങനത്തേക്ക് മൃതശരീരങ്ങളുണ്ട്. ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ടാർപോളിൻ പോലുള്ള ഒരു പ്ലാസ്റ്റിക് കവറിൽ തട്ടി കൊണ്ടുവരുന്ന മൃതശരീരങ്ങളുണ്ട്. ഞാൻ അതാണ് കുറച്ച് മുമ്പും പറഞ്ഞത്. അങ്ങനത്തെ മൃതശരീരങ്ങൾക്ക് വരുമ്പോൾ ഒരു ശരീരത്തിനൊരു മാംസഗന്ധം ഉണ്ടായിരിക്കാം. അത് കാണുമ്പോഴേ ആളുകളെല്ലാവരും അങ്ങ് മാറി നിൽക്കും. അവിടെ മുൻകാലത്ത് അതുപോലെ ഈ നമ്മുടെ വെള്ളത്തിലൊക്കെ വീണ്ട് അൺനോൺസ് കൊണ്ടുവരും. അപ്പോൾ ആൾക്കാർ നമ്മുടെ ഇവിടെ കരമനാറ്റിൽ നിന്ന് കൊണ്ടുവന്ന, പക്ഷേ അപ്പോൾ കൊണ്ടുവരുമ്പോൾ പോലീസ് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ ആ ബോഡി ഒന്ന് തൊടാൻ പോലും അവിടെ നിൽക്കുന്ന ആരും തയ്യാറാകത്തില്ല. നമ്മളെ ജീവനക്കാരും ആ പോലീസും ഡ്രൈവറും മാത്രമായിരിക്കും ഇതിനെ എടുത്ത് താഴെ ഇറക്കി എല്ലാം ചെയ്യുന്നത്. ചില ആളുകൾ സഹകരിക്കും, ചില ആളുകൾ കാണുമ്പോഴേ ഓടി അങ്ങ് മാറുന്നു. വെള്ളത്തിൽ വീഴുന്ന മൃതശരീരങ്ങൾ, വെള്ളത്തിൽ വീഴുന്ന ശരീരങ്ങൾ പിന്നീട് മൃതശരീരങ്ങളാവുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും ശരീരത്തിൽ വെള്ളത്തിൽ വീണിട്ട് എന്ന് പറഞ്ഞാൽ ബോഡി ശരീരത്തിൽ തുലിയുള്ള ഇളവി ബോഡി നല്ല വീർത്തു പോകും, ഡീകമ്പോസ്ഡ് ആവും, ഒരു വല്ലാത്ത സ്മെല്ലായിരിക്കും. പിന്നെ വയറ് വീർത്ത് വരാറുണ്ട്. വീർത്ത് നമ്മൾ ഈ ട്രോളിയൊക്കെ ചിലപ്പോൾ നമ്മൾ അകത്ത് കയറ്റാൻ പറ്റത്തില്ലെന്നേ. ട്രോളി നമ്മുടെ ഫ്രീസറിനകത്ത് കയറ്റാൻ പറ്റത്തില്ല ചിലപ്പോൾ. ഭയങ്കര ഇത് മറ്റൊരു രസകരമായ കാര്യം പറയാം. അതായത് രസകരമല്ല, മരണമാണ് എങ്കിൽ പോലും നമുക്കിപ്പോൾ ഒരു ഇടയ്ക്കൊരു ബോഡി ഉണ്ടായിരുന്നു, ഒരു വിദേശ പൗരൻ്റെ ഒരു ബോഡി 180 കിലോ ആയിരുന്നു വെയിറ്റ്. 180 കിലോ ആയിരുന്നു വെയിറ്റ്, മൃതശരീരത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അത് ഫ്രീസറിലൊന്നും കയറിയില്ല, അത് കൊണ്ടുപോയി. പക്ഷെ അവർ നാട്ടിൽ തന്നെ കൊണ്ടുപോയി, ഫ്രാൻസോ ഇറ്റലി എന്താ നാട്ടിൽ കൊണ്ടുപോയി. നമ്മൾ വെളിയിൽ അവർ തന്നെ വെളിയിൽ ഒരു ഫ്രീസർ സംവിധാനമൊക്കെ ചെയ്ത് ഐസ് ക്യൂബൊക്കെ അടുക്കിയൊക്കെ വെച്ചാണ് പിറ്റേന്ന് എംബാം ചെയ്ത് കൊണ്ടുപോയത്. മോർച്ചറി 180 കിലോ ഉണ്ടായിരുന്നു വെയിറ്റ്. വെള്ളത്തിൽ വീണല്ല, ഇവിടെ നമ്മുടെ കോവളത്ത് വന്നതാ, ട്രീറ്റ്മെന്റ് വന്നിട്ട് പറഞ്ഞു. പക്ഷെ 180 കിലോ ആയിരുന്നു. അപ്പൊ അത്രയും ഒരു വ്യക്തിയെ പോലും നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്ത് ഫ്രീസർ കയറില്ലായിരുന്നു. പിന്നെ നമ്മളൊരു ഫ്രീസർ, താൽക്കാലിക ഫ്രീസർ ഉണ്ടാക്കി അതിനകത്ത് സൂക്ഷിക്കുകയായിരുന്നു. അതൊക്കെ നമ്മുടെ എന്താ പറയണ്ട, അവിടുത്തെ ചെറിയ നമ്മുടെ മനസ്സിൽ മറക്കാത്തൊരു സംഭവമാണ്. കാരണം 180 കിലോ ഉള്ള ഒരു മൃതശരീരമൊക്കെ, അതൊരു വിദേശ പൗരൻ്റെ മൃതശരീരം. പിന്നെ അങ്ങനെ വെക്കുമ്പോൾ പോലും നമുക്ക് അതിനകത്ത് മൃതദേഹത്തിനുള്ള ആദരവ് കൊടുത്തു മാത്രമേ നമ്മളെല്ലാം ചെയ്തിട്ടുള്ളൂ അവിടെ. അതാണ് ഇതിനകത്ത് മറ്റൊരു കാര്യം. ഞാൻ തന്നെ ഇപ്പം മുമ്പ് പറഞ്ഞില്ല, നമ്മൾ എത്ര ഇനി അഴുകി വന്നിരുന്നതാൽ പോലും, അല്ലെങ്കിൽ മറ്റേ ട്രെയിൻ തട്ടി വന്നിരുന്നാലും നമ്മളാ മൃതശരീരത്തിനോട് നമ്മൾ ആ ഒരു ആദരവ് കൊടുത്തു മാത്രമേ അവിടെ ജോലി ചെയ്യത്തുള്ളൂ. വളരെ കൂളായിട്ട് നിന്നൊരു വ്യക്തി പിന്നീട് പ്രതിയാണെന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം നമ്മുടെ കണ്ടിരുന്നു അച്ഛനെ. പക്ഷെ അതിനുശേഷമാണ് അത് അച്ഛനാണ് പ്രതി എന്നറിയുന്നത്.